ഹായ് കൂട്ടുകാരെ, കഥ കേൾക്കാൻ എല്ലാവരും റെഡിയാണോ? സൂര്യനും ചന്ദ്രനും കാണാത്ത വസ്തു ഏതാണെന്ന് കൂട്ടുകാർക്കറിയാമോ? കൂട്ടുകാരെ പോലെ തന്നെ എനിക്കും ആകാംക്ഷയുണ്ട് എന്താണെന്നറിയാൻ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. അക്ബർ ചക്രവർത്തിയുടെ സായാഹ്ന ദർബാർ. പണ്ഡിതന്മാരായ പണ്ഡിതരെല്ലാം ഒന്നിച്ചിരിക്കുന്നു. പല കാര്യങ്ങളും ചർച്ച ചെയ്തതിന് ശേഷം ചക്രവർത്തി പറഞ്ഞു, ശരി, ഞാൻ നിങ്ങളോടായി ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ശരി ഉത്തരം പറയുന്ന ആൾക്ക് എൻ്റെ വൈരമാല സമ്മാനമായി നൽകുന്നതാണ്. വൈരമാല സമ്മാനമായി കിട്ടുന്ന കാര്യമല്ലേ? എല്ലാവരും ചോദ്യം കേൾക്കാൻ അക്ഷമരായിരുന്നു. സൂര്യനും ചന്ദ്രനും ഒരിക്കലും കാണാത്ത ഒരു വസ്തുവുണ്ട്. അതെന്താണ്? ചക്രവർത്തിയുടെ ചോദ്യം കേട്ട് സദസ്സ് ശരിക്കും അമ്പരന്നു. സൂര്യനും ചന്ദ്രനും ഒരിക്കലും കാണാത്തതായി വല്ല വസ്തുവുമുണ്ടോ? മണിക്കൂറുകൾ കടന്നുപോയി, ഒരുത്തരവും വരുന്നില്ല. പണ്ഡിതന്മാരുടെ മുഖത്തെ നിരാശ കണ്ട് ചക്രവർത്തിക്ക് ചിരി വന്നു. സദസ്സിനെ നോക്കി അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ നമ്മുടെ ദർബാർ അവസാനിപ്പിക്കുന്നു. എൻ്റെ ചോദ്യത്തിന് ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ഭാഗ്യം, എൻ്റെ വൈരമാല നഷ്ടപ്പെട്ടില്ല. നിങ്ങളെല്ലാം തോറ്റിരിക്കുന്നു. പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? പ്രഭു, അങ്ങനെ പറയാറായിട്ടില്ല. അത്രയും നേരം ഒരക്ഷരം ഉരിയാടാതെ തലതാഴ്ത്തിയിരുന്ന ബീർബൽ സാവധാനം എഴുന്നേറ്റ് ചക്രവർത്തിയോട് തുടർന്നു, പണ്ഡിതനല്ലെങ്കിലും ഞാനൊരുത്തരം പറയാം, അങ്ങ് അനുവദിക്കുമെങ്കിൽ. ബീർബലിൻ്റെ വാക്കുകൾ കേട്ട ചക്രവർത്തിക്ക് ആകാംക്ഷയായി. അദ്ദേഹം പറഞ്ഞു, പറയൂ, കേൾക്കട്ടെ. ബീർബൽ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു, ഇരുട്ട്. ചക്രവർത്തി ബീർബലിനെ അഭിനന്ദിച്ചു. മിടുക്കൻ. ചക്രവർത്തിയിൽ നിന്നും വൈരമാല സമ്മാനം വാങ്ങുന്ന ബീർബലിനെ നോക്കി പണ്ഡിതന്മാർ തല ചൊറിഞ്ഞു. ഈ നിസ്സാര ഉത്തരം പോലും തങ്ങളുടെ ബുദ്ധിയിൽ തെളിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടുള്ള ദുഃഖമാവാം. ബീർബൽ ചിരിച്ചുകൊണ്ട് ദർബാർ വിട്ടിറങ്ങി. കഥ ഇഷ്ടമായ കൂട്ടുകാരെ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? സൂര്യനും ചന്ദ്രനും കാണാത്ത വസ്തു ഇരുട്ട്. സന്തോഷമായില്ലേ കൂട്ടുകാർക്ക്?